സ്കൂളിൽ ദേശഭക്തിഗാനം ആലപിച്ച സംഭവത്തിൽ SDPIക്ക് വഴങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. SDPI ആവശ്യപ്പെട്ടതനുസരിച്ച് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ. മലപ്പുറം തിരൂർ ആലത്തിയൂർ KHM സ്കൂളിലാണ് സംഭവം. ദേശഭക്തിഗാനം ആലപിച്ചതിനെതിരെ SFIയും DYFIയും സ്കൂളിൽ പ്രതിഷേധം നടത്തിയിരുന്നു. SDPIയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രതിഷേധം. സ്വാതന്ത്ര്യദിനാഘോഷത്തിലാണ് കുട്ടികൾ സ്വയം തെരഞ്ഞെടുത്ത് സ്കൂളിൽ ദേശഭക്തിഗാനം ആലപിച്ചത്. തിരൂർ ആലത്തിയൂർ KHM വിദ്യാർത്ഥികളാണ് ഗാനം ആലപിച്ചത്. പൂർണ്ണമായും രാഷ്ട്രത്തെ സേവിക്കുന്ന വരികൾ മാത്രമാണ് ഗണഗീതത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ യൂട്യൂബിൽ നോക്കി ഈ ഗാനം സ്വാതന്ത്ര്യ ദിനത്തിൽ പാടാൻ തിരഞ്ഞെടുത്തതും. രാഷ്ട്രത്തിന് വേണ്ടി സർവവും സമർപ്പിക്കുന്ന പുതുതലമുറ ഇവിടെ വളരുന്നുണ്ട് എന്നുള്ളതാണ് ഗണഗീതത്തിന്റെ സാരം. ഇതോടെ RSSന്റെ ഗണഗീതമാണ് സ്കൂളിൽ ആലപിച്ചത് എന്ന വിമർശനവുമായി ദേശവിരുദ്ധർ രംഗത്തെത്തി. സ്കൂളിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. SDPIയും CPMുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർന്ന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് സ്കൂൾ അധികൃതർ ഇക്കൂട്ടരെ അറിയിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന് ശേഷമായിരിക്കും നടപടി എന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം. മലപ്പുറം ജില്ലയിൽ ദേശസ്നേഹം തുടിക്കുന്ന ഗാനം പോലും പാടാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ആക്ഷേപമുണ്ട്. ജനം, മലപ്പുറം. വാർത്തയുടെ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഞാൻ മനസ്സിലാക്കുന്നത് കുഞ്ഞിമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇത് എയ്ഡഡ് സ്കൂളാണോ സർക്കാർ സ്കൂളാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ആ സ്വാതന്ത്ര്യ ദിനത്തിൽ കുട്ടികൾ തെരഞ്ഞെടുത്താണ് ഈ ദേശഭക്തിഗാനം ആലപിക്കുന്നത്. ഇത് RSSന്റെ ഗണഗീതം ചൊല്ലി എന്ന രീതിയിൽ DYFIയും SFIയും ഈ സ്കൂളിന് നേർക്ക് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ശിവദാസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് SDPI ആണ്. SDPIയുടെ പിന്തുണയോടെയാണ് ഇത്തരത്തിൽ ഒരു സമരം സംഘടിപ്പിച്ചത്. ഇപ്പോൾ ആ ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ്. ആ പ്രിൻസിപ്പലിന്റെ കത്തിൽ പറയുന്ന വാചകമാണ് ഏറെ ശ്രദ്ധേയം. SDPIക്കാരുടെ ആവശ്യപ്രകാരം ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാം. ഈ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം ഇതാണ്: വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത് SDPI ആണോ എന്ന്. എന്താണ് സ്കൂളിൽ സംഭവിച്ചത് ശിവദാസ്? നീലിമ, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിക്കേണ്ടത്. കാരണം SDPI ആണോ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം നമുക്കറിയാം, പരമപവിത്രമിതാമി മണ്ണിൽ എന്ന് തുടങ്ങുന്ന ആ ഗാനം, അത് ഗണഗീതമാണെങ്കിൽ പോലും അത് ഈ രാഷ്ട്രത്തെ പൂർണ്ണമായും തന്നെ രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ഒരു ഗാനമാണ്. പൂർണ്ണമായും രാഷ്ട്രത്തെ സേവിക്കുന്ന തരത്തിലുള്ള ഒരു ഗാനമാണ്. അതിൽ ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ ഏതെങ്കിലും സംഘടനയുടെയോ പേരോ ഒന്നും തന്നെ അതിൽ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ജനകീയമായ ഒരു ഗാനം കൂടിയാണ് പരമപവിത്രമിതാമി മണ്ണിൽ. ഓഗസ്റ്റ് 15 KHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ ഗാനം വിദ്യാർത്ഥികൾ ആലപിച്ചത്. അന്ന് സ്വാതന്ത്ര്യ ദിനത്തിലായിരുന്നു ഈ കുട്ടികൾ ഈ പാട്ട് അവതരിപ്പിച്ചത്, ഗണഗീതം അവതരിപ്പിച്ചത്. അതിനുശേഷം ആ സമയത്തൊന്നും തന്നെ ഇത് വിവാദമായിരുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ SDPI അടക്കമുള്ളവർ ഈ പാട്ടിൻ്റെ ചില വീഡിയോകൾ പുറത്തിട്ടുകൊണ്ട് ഇത് RSSന്റെ ഗണഗീതമാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഈ സ്കൂളിന് മുൻപിൽ പ്രതിഷേധം ഉയർത്തിയത്. SDPIക്കൊപ്പം തന്നെ SFIയും അതോടൊപ്പം തന്നെ മറ്റ് DYFI അടക്കമുള്ള CPM സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഇവരുടെ പ്രതിഷേധത്തിന് വഴങ്ങുന്ന ഒരു സാഹചര്യമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി തന്നെ SDPI പറഞ്ഞ അവരുടെ ആവശ്യപ്രകാരം ഞങ്ങൾ ഈ ജീവനക്കാർക്കെതിരെ നടപടി എടുക്കും എന്നുള്ള ലെറ്റർ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. അതായത് SDPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവർ നടപടി എടുക്കുന്നു എന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഭാഗമായി ആദ്യം അന്വേഷണം നടത്തും, അതിനുശേഷമായിരിക്കും നടപടി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ്
സ്കൂൾ അധികൃതർ നമുക്ക് നൽകുന്നത്. കുട്ടികൾ തന്നെ തിരഞ്ഞെടുത്ത ഒരു ഗാനം കൂടിയാണ് ഈ പാട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഏതെങ്കിലും അധ്യാപകർക്ക് പ്രത്യേക പങ്കൊന്നും തന്നെ ഇല്ല. പലപ്പോഴും ഈ സ്കൂളിൽ തന്നെ കലോത്സവങ്ങൾക്കും മറ്റു കലാപരിപാടികൾക്കും എല്ലാം തന്നെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവർ സമ്മാനങ്ങൾ അടക്കം വാങ്ങുന്ന സാഹചര്യങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതേ തരത്തിൽ തന്നെ ഇപ്പോഴും ഇവർ തന്നെയാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ പരമപവിത്രമിതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ എന്ന് പറയുന്ന ആ ഗാനം ഗണഗീതം തിരഞ്ഞെടുത്തത്. അതായത് പൂർണ്ണമായും അമ്മയ്ക്ക് സമർപ്പിക്കുന്ന, അമ്മ എന്ന് സങ്കല്പിക്കുന്നത് ഭാരതാംബയാണ്. അതിൽ തന്നെ വിടർന്നിടുന്നു മുകളങ്ങൾ, അതായത് വ്യത്യസ്ത പുതിയ തലമുറയിൽ വ്യത്യസ്ത ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ പൂർണ്ണമായും രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന തരത്തിൽ ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഭഗത് സിംഹിനെയും ഝാൻസി റാണിയെയും പോലെയുള്ള പ്രധാനപ്പെട്ട ആത്മീയ നേതാക്കളെയാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒന്നും തന്നെ പേരില്ല. കൃത്യമായി തന്നെ അവരെ ആദരിച്ചുകൊണ്ടുള്ള, ആത്മീയ നേതാക്കളെ ആദരിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ്, രാഷ്ട്രത്തെ ആദരിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ്. ഈ ഗാനമാണ് ഇപ്പോൾ SDPIയും അതോടൊപ്പം തന്നെ SDPI പിന്തുണയിൽ ഇപ്പോൾ CPM അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നതും. അതായത് RSSന്റെ നേതാക്കളെ ആരും തന്നെ ഈ പാട്ടിൽ പുകഴ്ത്തുന്നില്ല. അങ്ങനെ RSSനെ സ്തുതിക്കുന്ന ഒറ്റ വരി പോലുമില്ല. ഉള്ളതത്രയും ഭാരതം എന്ന ഈ പുണ്യദേശത്തെ ഭക്തിപൂർവം വാഴ്ത്തുന്ന വരികളാണ്. RSSന്റെ നേതാക്കളെയോ പ്രചാരകരെയോ സർസംഘചാലകരെയോ അല്ല, മറിച്ച് RSS ഈ ഗീതം ചൊല്ലുന്നു, ഇത് ആലപിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അതിനെ ഗണഗീതമാക്കി ചിത്രീകരിക്കുകയും അതിലെ ദേശഭക്തി എന്ന് പറയുന്ന ഘടകത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇത് തീർത്തും വർഗീയമായ ഒന്നാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇവിടെ ഇടത് വലതു മുന്നണികൾ, ഒപ്പം തന്നെ SDPI പോലുള്ള വർഗീയ സംഘടനകൾ ശ്രമിച്ചത്. ആ SDPIയുടെ ഭീഷണിക്ക് മുന്നിൽ ഒരു എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്കൂൾ മാനേജ്മെന്റ് വഴങ്ങി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ കൃത്യമായ നേർക്കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ശിവദാസ്. തീർച്ചയായും അതുതന്നെയാണ് ശശികല ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ കൃത്യമായി തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെയോ ഒന്നും തന്നെ പറയുന്നില്ല. കൃത്യമായി തന്നെ രാഷ്ട്രത്തെ സേവിക്കുന്ന തരത്തിൽ രാഷ്ട്രത്തിന് വേണ്ടി എഴുതപ്പെട്ട ഒരു പാട്ടാണ്, ഒരു ഗാനമാണ് ഇത്. ഗണഗീതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദേശഭക്തി ഗാനങ്ങൾ കൂടിച്ചേർന്നതാണ് ഗണഗീതം എന്ന് പറയുന്നത്. ഇങ്ങനെ ദേശഭക്തി ഗാനത്തെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ എതിർക്കുന്നത് എന്നുള്ളതും നേരത്തെ ശശികല ടീച്ചർ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതായത് ഈ സ്കൂളിൻ്റെ പേര്, അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ല, ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിൽ എതിർപ്പുള്ള കുറച്ച് ആളുകൾ ഉണ്ട്. ഇങ്ങനെ RSSന്റെ ആരെങ്കിലും എഴുതിയ ഗാനം എന്ന് അതിൻ്റെ അർത്ഥം പോലും നോക്കാതെ അത് ആര് എഴുതി എന്നുള്ളത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് അതിനെ എതിർക്കുന്നു. അത്തരത്തിലുള്ള കൃത്യമായ ഒരു എതിർപ്പ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ ആലത്തിയൂരിലെ ഈ സ്കൂളിലും നമ്മൾ കണ്ടത്. അതായത് അതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, കൃത്യമായ രാഷ്ട്രീയ അജണ്ടയും ഗൂഢാലോചനയും ഒക്കെ തന്നെ ഉണ്ട്. കാരണം ആ ഗാനം നമ്മൾ പൂർണ്ണമായും പരിശോധിക്കുമ്പോൾ അതിൽ പൂർണ്ണമായും തന്നെ വിരുദ്ധമായി ഒന്നും തന്നെയല്ല, ദേശത്തിന് വേണ്ടി ദേശഭക്തി ഗാനം കൂടിയാണ്. അതിലെ എല്ലാ വരികളും അത്തരത്തിൽ ഭാരതാംബയെ പൂജിക്കുന്ന തരത്തിലുള്ള ഓരോ വരികളുമാണ് അതിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം എടുക്കാതെ അല്ലെങ്കിൽ അതിൽ അർത്ഥം ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് അത് ഈ സ്കൂളിൽ ചൊല്ലിയതിനെ മാത്രം എടുത്ത് അത് വലിയ വിവാദമാക്കാനാണ് SDPI ഈ നേതൃത്വത്തിൽ ശ്രമിക്കുന്നത്. അതിനെ കുടപിടിക്കുകയാണ് ഇപ്പോൾ CPM അനുബന്ധ സംഘടനകളും ഒക്കെ ചെയ്യുന്നത്. SFIയും DYFIയും അടക്കമുള്ള സംഘടനകൾ അവിടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ആദ്യം SDPI ആണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതിന് കൃത്യമായി അവർക്ക് രാഷ്ട്രീയ അജണ്ടയുണ്ട്. CPM കൃത്യമായി രാഷ്ട്രീയ അജണ്ടയുണ്ട്. കാരണം അവിടെ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നത്. കാരണം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു ജില്ല കൂടി ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുകയാണെങ്കിൽ മാത്രമേ CPMനും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഈ പാട്ടിൻ്റെ അർത്ഥം പോലും ബോധപൂർവം അവർ മറച്ചു വെച്ചുകൊണ്ട് ഇത് RSSന്റെ ഒരു ഗാനമാണ്, ഇത് ദേശവിരുദ്ധ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചൊല്ലേണ്ടതല്ല, RSSന്റെ കുത്തകയായ ഒരു ഗാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിനെയും സ്കൂൾ മാനേജ്മെൻറ്റിനെ ഭീഷണിപ്പെടുത്തുന്നു. ആ രീതിയിൽ പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ സ്കൂൾ പ്രിൻസിപ്പലിൽ നിന്നും അത്തരത്തിലുള്ള ഒരു ലെറ്റർ അവർ വാങ്ങിക്കുന്നു. അതായത് ഈ അധ്യാപകർക്കെതിരെ നടപടി എടുക്കും എന്നുള്ള തരത്തിലുള്ള ലെറ്ററുകൾ SDPIയും CPMും സംഘടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ടും കൃത്യമായ ഗൂഢാലോചന വെച്ചുകൊണ്ടുമാണ് അവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. കാരണം
നമുക്കറിയാം കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് സ്കൂളിൽ ഈ ഒരു ഗണഗീതം ആലപിച്ചത്. അന്നൊന്നും തന്നെ വിവാദമാകാതെ ഇപ്പോൾ ഇത് വിവാദമാകുന്നതിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യവും രാഷ്ട്രീയ അജണ്ടയും ഒക്കെ തന്നെയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഈ നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ബോധപൂർവം അവർ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് സ്കൂളിൻ്റെ പേരൊക്കെ തന്നെ കുഞ്ഞിമോൻ ഹാജി മെമ്മോറിയൽ സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ ഇതൊന്നും പാടില്ല എന്ന് കുട്ടികൾക്ക് പോലും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ്, അവരുടെ മനസ്സിൽ ബോധപൂർവം വിഭാഗീയതയും ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങളെല്ലാം തന്നെ കുത്തിവെക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് SDPIയുടെയും അതോടൊപ്പം തന്നെ മറ്റ് CPM അടക്കമുള്ള സംഘടനകളുടെയും ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈന്ദവ നേതാക്കളുടെയും എല്ലാം തന്നെ ഭാഗത്തു നിന്നും ഇതിനെതിരെ കൃത്യമായൊരു പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം SDPIയുടെയും CPMൻ്റെയും എല്ലാം കൃത്യമായ രാഷ്ട്രീയ മുഖം തുറന്നു കാണിക്കാനും അവരുടെ രാഷ്ട്രീയ അജണ്ട തുറന്നു കാണിക്കാനും വേണ്ടി ഇപ്പോൾ കൃത്യമായ ഇടപെടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും അടക്കം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇത് വലിയ വിവാദമായിരിക്കുന്നു. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ മനസ്സിൽ മോശമായ തരത്തിലുള്ള ദേശവിരുദ്ധത കുത്തിവെക്കുന്ന ഇടപെടലുകളാണ് ഇപ്പോൾ നിലവിൽ SDPIയുടെയും CPMൻ്റെയും എല്ലാം പ്രതിഷേധത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കൂടി ഉയർന്നു വരികയാണ്. നീലിമ.